polynomial function. പോളിനോമിയൽസ് ഓക്കെ. പോളിനോമിയൽസ് എപ്പോഴാണ് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആവുന്നത്? ആദിൽ മുഹമ്മദ്, പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/, ആ ഫോമിൽ തന്നെയാണ്. 1/o അല്ല, f'(x/f(x) അല്ല. പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ എന്താ? അല്ലടാ, നിനക്കറിയില്ല, നീ നോക്കിയിട്ടൊന്നുമില്ല. അൻവറെ, പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ എന്താ വലുത്, എന്ത് ചെറുത്? അതെന്താന്ന് കൃത്യമായിട്ട് പറഞ്ഞോ. പോളിനോമിയലിന്റെ ഞാൻ പോളിനോമിയൽ സംബന്ധിച്ചു, ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതും സംബന്ധിച്ചു. എന്താണ് ഡിനോമിനേറ്ററിന്റെ എന്താണ് വലുത്, എന്താണ് ചെറുത്? ഡിനോമിനേറ്ററിന്റെ വാല്യൂ ചെറുത്. എങ്ങനെ നീ വാല്യൂ കണ്ടുപിടിക്കണേ ഡിനോമിനേറ്ററിന്റെ? മറ്റേ പവർ. അത് പറയണമെങ്കിൽ നീ കൃത്യമായിട്ട് ആ പവറിന് വേറൊരു പേര് പറയുമല്ലോ നമ്മള്. മറ്റേ ഡിഗ്രി. വേറൊരു പേര് പറയില്ല. ഡിഗ്രി. ശരി, ഡിഗ്രി. ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ചെറുതാകുമ്പോൾ, ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി വലുതാകുമ്പോഴാണ് നമ്മൾ അതിനെ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴാ ചന്ദന ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആവുന്നത്? ന്യൂമറേറ്ററിന്റെ ഡിഗ്രി കൂടുതലാകുമ്പോൾ മാത്രമല്ല, ന്യൂമിനേറ്ററിന്റെ ഡിഗ്രി കൂടുതലാകുമ്പോഴാണ്, അപ്പോൾ മാത്രമല്ല. ഈക്വൽ കൊണ്ട് വലുതുകൊണ്ട് രണ്ടുമുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോഴാണ്, ആകുമ്പോൾ. ദെൻ ഇംപ്രോപ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോപ്പർ ആക്കാനായിട്ടുള്ള മാർഗം എന്താണ്? ഇംപ്രോപ്പറിനെ പ്രോപ്പർ ആക്കാനായിട്ടുള്ള മാർഗം എന്താ ജെസ്സിയ? ഡിവൈഡ് ചെയ്ത് മാറ്റണം. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എഴുതും? ഡിവൈഡ് ചെയ്തിട്ട് ആ ഫോം എന്താ? കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ. കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ എന്ന് എഴുതും. കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ. അന്നേരം ആ റിമൈൻഡർ ബൈ ഡിവൈസർ എന്നുള്ളത് പ്രോപ്പർ ആയിരിക്കും. ഇംപ്രോപ്പറിനെ പ്രോപ്പർ ആക്കി മാറ്റുന്നത് അങ്ങനെയാണ്, ഡിവൈഡ് ചെയ്താണ്. കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ, ആ റിമൈൻഡർ ബൈ ഡിവൈസർ പ്രോപ്പർ ആയിരിക്കും. നമ്മൾ ഈ പ്രോപ്പറിനെ പറ്റി അങ്ങനെ ആക്കുന്ന കാര്യമൊക്കെ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇനി പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. ഈ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ റാഷണൽ ഫംഗ്ഷൻ ആയിരിക്കണം, പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആയിരിക്കണം. പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആണ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മെത്തേഡ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആണ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എവിടെ എഴുതി നിർത്തിയത്? ലാസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചേ. അതിലെ സി any proper rational function which contains more than one factor in the denominator can be expressed as the sum of two or more proper functions. Ano? This method is known as partial fraction method. ആ മെത്തേഡിന് പറയുന്ന പേരാണ് കേട്ടോ. ആ മെത്തേഡിന് പറയുന്ന പേരാണ് partial fraction method. This method is known as partial fraction method. അതായത് എന്താന്ന് പറയാം കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് എഴുതാം. ഒരു കാര്യം ചെയ്യട്ടെ പിള്ളേരെ, താഴെ ഒരു ടേബിൾ ആയിട്ട് കാര്യങ്ങൾ എഴുതി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പറയാം എന്താന്നുള്ളത്. നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഐഡിയ കിട്ടും. താഴെ ഒരു ടേബിളിനകത്ത് 4 കോളമാണ് കേട്ടോ. 4 കോളം.
4 കോളത്തിനകത്ത് ആദ്യത്തെ ചെറുത് മതി നമ്പർ എഴുതാനായിട്ടാണ്, സീരിയൽ നമ്പർ എഴുതാനായിട്ടാണ് ആദ്യത്തെ കോളം ചെറുത് മതി. ബാക്കി 3 തുല്യ വലിപ്പത്തിലായിക്കോളൂ കേട്ടോ. സീരിയൽ നമ്പർ ഒന്നാമത്തെ കോളം സീരിയൽ നമ്പർ, രണ്ടാമത്തെ കോളത്തിനകത്ത് ടൈപ്പ്, മൂന്നാമത്തേല് ഫോം ഓഫ് ദി റാഷണൽ ഫംഗ്ഷൻ, ഫോം ഓഫ് ദി റാഷണൽ ഫംഗ്ഷൻ, ഫോം ഓഫ് ദി റാഷണൽ ഫംഗ്ഷൻ. നാലാമത്തേത് ഫോം ഓഫ് ദി പാർഷ്യൽ ഫ്രാക്ഷൻ, ഫോം ഓഫ് ദി പാർഷ്യൽ ഫ്രാക്ഷൻ. Serial number, type, form of the rational function, form of the partial fraction. ഒന്നാമത്തേത് നോൺ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടേഴ്സ് ഇൻ ദ ഡിനോമിനേറ്റർ. ടൈപ്പിലാണ് എഴുതേണ്ടത് കേട്ടോ. നോൺ റിപ്പീറ്റഡ്, നോൺ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടേഴ്സ്, നോൺ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടേഴ്സ് ഇൻ ദി ഡിനോമിനേറ്റർ. Non-repeated linear factors in the denominator. Form of the rational function px plus q by x minus a into x minus b. Px plus q by x minus a into x minus b. Last column, form of the partial fraction capital A by x minus a plus capital B by x minus b. Capital A by x minus a plus capital B by x minus b. ഓക്കെ, ഇനി ഇന്നലെ നമ്മൾ എഴുതിയ സെന്റൻസ് ഇട്ടപ്പോൾ ഇന്നലെ ലാസ്റ്റ് എഴുതി നിർത്തി എന്ന് പറഞ്ഞ സെന്റൻസ്, ആ സെന്റൻസ് ഒന്നുകൂടെ വായിച്ച്. ലാസ്റ്റ് എഴുതി നിർത്തി എന്ന് പറഞ്ഞ സെന്റൻസ് ഒന്ന് വായിച്ച്. എനി പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ, എനി പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ കേട്ടോ. പ്രോപ്പർ ആണെങ്കിൽ മാത്രം. എപ്പോഴാണ് നമ്മൾ പ്രോപ്പർ എന്ന് പറയുന്നത്? ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഡിനോമിനേറ്ററിന്റെ ഡിഗ്രിയേക്കാൾ ചെറുതായിരിക്കണം. ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഡിനോമിനേറ്ററിന്റെ ഡിഗ്രിയേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയും. പ്രോപ്പർ ആണെങ്കിൽ. പ്രോപ്പർ അല്ലെങ്കിൽ പ്രോപ്പർ ആക്കി മാറ്റാമെന്ന് പഠിച്ചല്ലോ. അപ്പോൾ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ആക്കി മാറ്റും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യൻ തരുന്ന റാഷണൽ ഫംഗ്ഷൻ ചിലപ്പോൾ പ്രോപ്പർ ആയിരിക്കാം, ചിലപ്പോൾ ഇംപ്രോപ്പർ ആയിരിക്കാം. ഇംപ്രോപ്പർ ആണെങ്കിൽ ഡിവൈഡ് ചെയ്ത് ക്വോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ ആ ഫോമിലേക്ക് മാറ്റുമ്പോൾ അത് പ്രോപ്പർ ആവും. അപ്പോൾ റാഷണൽ ഫംഗ്ഷൻ എങ്ങനെയാണെങ്കിലും നമ്മൾ അതിനെ പ്രോപ്പർ ആക്കി മാറ്റും കേട്ടോ. പ്രോപ്പർ ആക്കി മാറ്റും. ഇനി പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ വിച്ച് കണ്ടെയ്ൻസ് മോർ ദാൻ വൺ ഫാക്ടർ ഇൻ ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിനകത്ത്, ആ റാഷണൽ ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിനകത്ത് ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, റാഷണൽ ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിൽ ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ that can be expressed as the sum of two or more proper functions. This method is known as partial fraction method. അതായത് ഇവിടെ എഴുതിയേക്കണം നോക്കി, 4 ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. 4 ടൈപ്പ്, പിന്നെ അതിന്റെ കോമ്പിനേഷൻസ് ഒക്കെയാണ് വരുന്നത്.
ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞേക്കുന്നത് നോൺ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടേഴ്സ് ഇൻ ദ ഡിനോമിനേറ്റർ. കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ല. നിങ്ങളുടേതായ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. അതുകൊണ്ട് റൂള് പറയുന്നത് എന്താണോ അതനുസരിച്ച് മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. കണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഈ ഫോം എന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ കോളത്തിനകത്ത് എഴുതിയിരിക്കുന്നത് പി എക്സ് പ്ലസ് ക്യൂ. ന്യൂമറേറ്റർ ഫസ്റ്റ് ഡിഗ്രി ആണ് കേട്ടോ. അവിടെ നിങ്ങൾ മാർക്കൊന്നും വേണ്ട. ന്യൂമറേറ്റർ ഫസ്റ്റ് ഡിഗ്രി ആണ്. ഡിനോമിനേറ്ററോ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. ആ ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി എത്രയായിരിക്കും? ഫൈസെ? ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി 2. ന്യൂമറേറ്ററിന്റെ ഡിഗ്രി 1 ആണ്. ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി 2 ആണ്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ടോ, പ്രോപ്പർ ആണ്. ഇതിന്റെ പ്രത്യേകത നമ്മൾ ഈ തരുന്ന ടൈപ്പ് എന്നൊക്കെയും പറഞ്ഞതിനകത്ത് ഡിനോമിനേറ്റർ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഡിനോമിനേറ്ററിനകത്ത് ലീനിയർ ഫാക്ടേഴ്സ് അല്ലേ നോക്കി. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. എന്താണ് ലീനിയർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താ സാലിമേ ലീനിയർ ഫാക്ടർ എന്ന് പറഞ്ഞ അർത്ഥം? ലീനിയർ ഫാക്ടർ ലീനിയർ ഫാക്ടർ അറിയില്ല. ബേസിലെ ലീനിയർ ഫാക്ടർ എന്ന് പറഞ്ഞ എന്താണ്? ലീനിയർ ഫാക്ടർ അറിയില്ല സാർ. ഡിഗ്രി 1 ആയിട്ട് വരുന്നത് അതാണ് ലീനിയർ. ഡിഗ്രി 1 ആയിരിക്കണം ലീനിയർ ഫാക്ടർ. ആ താഴെ നോക്കി എക്സ് മൈനസ് എ, അതിന്റെ ഡിഗ്രി 1 അല്ലേ? ആദ്യത്തെ നോക്ക്, എക്സ് മൈനസ് എ എന്നാണ് എഴുതിയേക്കുന്നത്. ഈ എക്സ് മൈനസ് എയുടെ ഡിഗ്രി 1 ആണ്, എക്സ് റൈസ് ടു 1. എക്സ് മൈനസ് ബി അതിന്റെയും ഡിഗ്രി 1 ആണ് കേട്ടോ. ഡിഗ്രി 1 ആയിട്ട് വരുന്നതിനാണ് നമ്മൾ ലീനിയർ എന്ന് പറയുന്നത്. ലീനിയർ ഡിഗ്രി 1 ആയിട്ട് വരണം. അപ്പോൾ ഡിനോമിനേറ്ററില് ലീനിയർ ഫാക്ടേഴ്സ് ആണെങ്കിൽ, ഡിനോമിനേറ്ററില് നോക്കിയപ്പോൾ ടൈപ്പ് വെച്ച് നോൺ റിപ്പീറ്റഡ്, ആവർത്തിക്കരുത്. ഒരു ഫാക്ടർ തന്നെ 2 പ്രാവശ്യം വരരുത്. നോൺ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടേഴ്സ് ഇൻ ദ ഡിനോമിനേറ്റർ. ഈ പറയുന്നതെല്ലാം ഡിനോമിനേറ്ററിനാണ് പ്രാധാന്യം കേട്ടോ. ന്യൂമറേറ്റർ എന്തായിക്കോട്ടെ, ന്യൂമറേറ്ററിന് പ്രാധാന്യമില്ല. ന്യൂമറേറ്ററിന്റെ ഡിഗ്രി നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്രോപ്പർ ആണോ എന്ന് നോക്കണം. പ്രോപ്പർ അതായത് ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഡിനോമിനേറ്ററിന്റെ ഡിഗ്രിയേക്കാൾ കുറവാണോ എന്ന് ആദ്യം നോക്കണം. പ്രോപ്പർ ആണെങ്കിൽ ഓക്കെ. പ്രോപ്പർ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ എന്ന് എഴുതുമ്പോൾ അത് പ്രോപ്പർ ആക്കി മാറ്റുക. അതിനുശേഷം ഡിനോമിനേറ്ററിൽ നോൺ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടേഴ്സ്. ഇപ്പൊ താഴെ വന്നിരിക്കുന്നത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്നാണ്. അത് ജനറൽ ആയിട്ട് എഴുതുന്നതാണ് കേട്ടോ. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1 എന്നോ എക്സ് മൈനസ് 2ഓ എക്സ് മൈനസ് 3 എന്നോ എക്സ് മൈനസ് 5 എന്നൊക്കെ ആയിരിക്കും. ഡിനോമിനേറ്ററിൽ ലീനിയർ ഫാക്ടേഴ്സ് ആയിരിക്കണം, നോൺ റിപ്പീറ്റഡ് ആയിരിക്കണം, ആവർത്തിക്കരുത്. എക്സ് മൈനസ് എ ഒരു പ്രാവശ്യമേ വരാമുള്ളൂ, എക്സ് മൈനസ് ബി ഒരു പ്രാവശ്യമേ വരാമുള്ളൂ, എക്സ് മൈനസ് സി ഉണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യമേ വരാമുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇവിടെ നോക്കി പ്രോഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഈ പ്രോഡക്റ്റ് ആയിട്ട് കിടക്കുന്ന സംഭവത്തിനെ നമ്മൾ സം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കണ്ടോ, ക്യാപിറ്റൽ എ ബൈ ഫസ്റ്റ് ഫാക്ടർ എക്സ് മൈനസ് എ പ്ലസ് ക്യാപിറ്റൽ ബി ബൈ സെക്കൻഡ് ഫാക്ടർ എക്സ് മൈനസ് ബി. ഇനി ആ എയും ബിയും നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ ലാസ്റ്റ് ചെയ്ത എക്സസൈസിനകത്ത് ന്യൂമറേറ്ററിനെ മാറ്റി എഴുതി ഓർക്കുന്നോ? ലാസ്റ്റ് ചെയ്ത എക്സസൈസിനകത്ത് ന്യൂമറേറ്ററിനെ മാറ്റിയിട്ട് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ പ്ലസ് ബി എന്ന് എഴുതിയിട്ട് എയും ബിയും കണ്ടുപിടിച്ചില്ലേ? അതുപോലെ ഇവിടെയും നമ്മൾ എയും ബിയും കണ്ടുപിടിക്കും. എയും ബിയും കണ്ടുപിടിച്ച് കൊടുക്കും കേട്ടോ. ആ എയും ബിയും കണ്ടുപിടിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് തന്നേക്കണ ഈ ക്വസ്റ്റ്യൻ തന്നെ കിട്ടും. അതൊക്കെ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനെ, ഒരു പ്രോഡക്റ്റ് ആയിട്ട് തരുന്ന ക്വസ്റ്റ്യനെ നമ്മൾ സം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ക്വസ്റ്റ്യന്റെ ഡിനോമിനേറ്ററിനകത്ത് ഫാക്ടേഴ്സ് ആയിരിക്കണം. ഒന്നത് പ്രോപ്പർ ആയിരിക്കണം, ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണം. പ്രോപ്പർ ആയിരിക്കണം, ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് കിടക്കുന്നതിനെ നമുക്ക് ഫാക്ടേഴ്സിന്റെ സം ആയിട്ട് എഴുതാൻ പറ്റും. എ ബൈ ഫസ്റ്റ് ഫാക്ടർ, ബി ബൈ സെക്കൻഡ് ഫാക്ടർ, സി ബൈ തേർഡ് ഫാക്ടർ. അങ്ങനെ സം ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സം ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടൈമിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പ്രോഡക്റ്റിനെ സം ആക്കി മാറ്റിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് എന്നുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ
ഈ രീതിയിലാണെങ്കിൽ പി എക്സ് പ്ലസ് ക്യൂ ബൈ താഴെ ഫാക്ടേഴ്സ് ലീനിയർ ഫാക്ടേഴ്സ് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എ ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ. രണ്ടാമത്തത് എഴുതിക്കൊള്ളുക. രണ്ടാമത്തിനകത്ത് ടൈപ്പ് റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടേഴ്സ് ഇൻ ദ ഡിനോമിനേറ്റർ. എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ ആണ് പറയുന്നത് കേട്ടോ. ടൈപ്പ് ഡിനോമിനേറ്റർ നോക്കിക്കൊണ്ടാണ് ടൈപ്പ് തീരുമാനിക്കുന്നത്. റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടേഴ്സ് in the denominator. Repeated linear factors in the denominator. Example, px plus q by x minus a cube. Repeated linear factor വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത്? Form of the partial function a by x minus a plus b by x minus a square plus c by x minus a cube. A by x minus a plus b by x minus a square plus c by x minus a cube. റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടർ ആണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ നോക്കി. ഇവിടെ ഡിനോമിനേറ്ററിനകത്ത് 3 ഫാക്ടർ കൊടുത്തിട്ടുണ്ട്. അത് 3ഉം എക്സ് മൈനസ് എ തന്നെയാണ് കേട്ടോ. എക്സ് മൈനസ് എ ക്യൂബ് എന്നാണ്. അതായത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ 3 ലീനിയർ ഫാക്ടറും സെയിം ആണ്. എക്സ് മൈനസ് എ ആണ്. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ. അതാണ് റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടർ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സ് മൈനസ് എ ക്യൂബ് വന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ എങ്ങനെയാണ് നോക്കി പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ബൈ എക്സ് മൈനസ് എ ഒരു പ്രാവശ്യം പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് മൈനസ് എ ക്യൂബ്. അങ്ങനെ വേണം പാർഷ്യൽ ഫ്രാക്ഷൻ നടത്താനായിട്ട്. ഇപ്പൊ 2 കേസാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തേതിനകത്ത് ഫാക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാം പറയുന്നത് ഡിനോമിനേറ്ററിനെ വെച്ചോണ്ടാണ് കേട്ടോ. ന്യൂമറേറ്ററിന് പ്രാധാന്യമില്ല. ന്യൂമറേറ്റർ എന്ത് വേണമെങ്കിലും ആവാം, ഡിഗ്രി കുറവായിരിക്കണതേ ഉള്ളൂ. ന്യൂമറേറ്റർ എന്ത് വേണമെങ്കിലും ആവാം, പ്രോപ്പർ ആയിരിക്കണം. പ്രോപ്പർ അതായത് ഡിഗ്രി, ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഡിനോമിനേറ്റർ ഡിഗ്രിയേക്കാൾ കുറവായിരിക്കണം. ഡിനോമിനേറ്ററിന്റെ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ടാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ തീരുമാനിക്കുന്നത്. ഡിനോമിനേറ്റർ ലീനിയർ ആണെങ്കിൽ എ ബൈ ഫസ്റ്റ് ലീനിയർ ഫാക്ടർ പ്ലസ് ബി ബൈ അടുത്ത ഫാക്ടർ പ്ലസ് സി ബൈ അടുത്ത ഫാക്ടർ അങ്ങനെ എഴുതിയാൽ മതി. ഈ പറയുന്നതെല്ലാം പർട്ടിക്കുലർ കേസസ് ആണ് കേട്ടോ. ഇതിന്റെ എക്സ്റ്റൻഷൻസ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ കേസിനകത്ത് 2 ഫാക്ടർ പറഞ്ഞിട്ടുള്ളൂ. താഴെ 3 ഫാക്ടർ ആവാം, 4 ഫാക്ടർ ആവാം. അപ്പൊ ആ റൂൾ അതുപോലെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. റൂൾ അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ മതി. ഇവിടെ രണ്ടാമത്തെ പറഞ്ഞേക്കണത് എക്സ് മൈനസ് എ ഹോൾ ക്യൂബ് ആണ്. 3 പ്രാവശ്യം ഫാക്ടർ വന്നാൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എയുടെ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് മൈനസ് എയുടെ ക്യൂബ് അങ്ങനെ വരും. ഇനിയിപ്പോ 2 പ്രാവശ്യം ഉള്ളൂല്ലോ. 2 പ്രാവശ്യം ഉള്ളെങ്കിൽ അവസാനത്തെ എഴുതണ്ട. എ ബൈ എക്സ് മൈനസ് എ താഴെ എക്സ് മൈനസ് എയുടെ സ്ക്വയർ ആണെങ്കിൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ സ്ക്വയർ വരെ മതി. താഴെ ക്യൂബ് ആയതുകൊണ്ട് ക്യൂബ് വരെ എഴുതണം. ഇനി താഴെ റേസ്റ്റ് 4 ആണെങ്കിലോ ഒരു ടേമോടെയും വരും. പ്ലസ് സി ബൈ എക്സ് മൈനസ് എ റേസ്റ്റ് 4. നമ്മൾ ഈ പറയുന്ന റൂള് കൃത്യമായ റൂളാണ്. ആ റൂളുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും കേട്ടോ. ഡിനോമിനേറ്റർ മാറുന്നതനുസരിച്ച് ആ റൂള് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അടുത്തത് 3ാമത്തെ കേസ്. Non-repeated and repeated linear factors in the denominator. Non-repeated and repeated linear factors in the denominator. Non-repeated and repeated linear factors in the denominator. ഇപ്പൊ നമ്മൾ പറഞ്ഞു 1ന്റെയും 2ന്റെയും കോമ്പിനേഷൻ ആണ് കേട്ടോ. ഒന്നിനകത്ത് നോൺ റിപ്പീറ്റഡ് ആയിരുന്നു, രണ്ടാമത്തിനകത്ത് റിപ്പീറ്റഡ് ആണ്. അത് 2ന്റെയും കോമ്പിനേഷൻ ആണ്. പി എക്സ് സ്ക്വയർ ന്യൂമറേറ്റർ നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. പി എക്സ് സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ ബൈ എക്സ് മൈനസ് എ ഇൻറ്റു
x minus b into x minus c square. റിപ്പീറ്റഡ് ഉണ്ട്, നോൺ റിപ്പീറ്റഡ് ഉണ്ട്. ഇവിടെ റിപ്പീറ്റഡ് ആൻഡ് നോൺ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടേഴ്സ് ഇൻ ദി ഡിനോമിനേറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാ നോൺ റിപ്പീറ്റഡ് ഇവിടെ എഴുതിയേക്കുന്നത്? താഴെ എഴുതിയേക്കണത് നോൺ റിപ്പീറ്റഡ് ഏതൊക്കെയാണ്? ഏതൊക്കെയാ അമൻ മുഹമ്മദ് നോൺ റിപ്പീറ്റഡ്? എക്സ് മൈനസ് എയും എക്സ് മൈനസ് ബിയും. ശരി, എക്സ് മൈനസ് എയും എക്സ് മൈനസ് ബിയും നോൺ റിപ്പീറ്റഡ് ആണ്. അപ്പൊ അതിന്റെ എങ്ങനെ വരും? അവസാനത്തെ കോളം നമുക്ക് എങ്ങനെ എഴുതാം? പറഞ്ഞാമനെ, നോൺ റിപ്പീറ്റഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണത്? എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ബൈ ആദ്യത്തെ ഫാക്ടർ, എ ബൈ ആദ്യത്തെ ഫാക്ടർ പ്ലസ് ബി ബൈ രണ്ടാമത്തെ ഫാക്ടർ, എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി. അത് കഴിഞ്ഞു കേട്ടോ. എക്സ് മൈനസ് എയും എക്സ് മൈനസ് ബിയും വന്നിട്ടുണ്ട്, അത് റിപ്പീറ്റഡ് അല്ല. ഇനി അടുത്തതോ അമ്മനെ, അടുത്ത എക്സ് മൈനസ് സി സ്ക്വയർ റിപ്പീറ്റഡ് അല്ലേ? അപ്പൊ അതിന്റെ എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞേ? എക്സ് മൈനസ് സി സ്ക്വയർ റിപ്പീറ്റഡ് ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? പറഞ്ഞോടാ. സി ബൈ എക്സ് മൈനസ് സി സ്ക്വയർ ആണ്. സി ബൈ എക്സ് മൈനസ് സി സ്ക്വയർ അല്ല, സി ബൈ ഈ തൊട്ടുമ്പോഴത്തെ നോക്ക നോൺ റിപ്പീറ്റഡ് ഒന്നപ്പോ എങ്ങനെ എഴുതിയേക്കണം നോക്ക. രണ്ടാമത്തെ കേസ് റിപ്പീറ്റഡ് എങ്ങനെ എഴുതണെന്നല്ലേ പറഞ്ഞു തന്നത്? എക്സ് മൈനസ് എ സ്ക്വയർ. എ ഒന്നും ഇല്ലടാ ഇവിടെ. എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി കഴിഞ്ഞു. ഇനി അകപ്പാട് എഴുതാനുള്ളത് എക്സ് മൈനസ് സി സ്ക്വയറിന്റെയാ. എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി എഴുതി കഴിഞ്ഞില്ലേ? എക്സ് മൈനസ് എ എഴുതി കഴിഞ്ഞു, എക്സ് മൈനസ് ബിയുടെ എഴുതി കഴിഞ്ഞു. ഇനി എക്സ് മൈനസ് സി സ്ക്വയറിന്റെ ആണ് എഴുതാനുള്ളത്. അപ്പോ എക്സ് മൈനസ് സി സ്ക്വയർ ബൈ അല്ല, തൊട്ടുമ്പത്തെ സ്റ്റെപ്പിൽ അങ്ങനെയാണ് എഴുതിയേക്കണേ. നീ നോക്ക്, റിപ്പീറ്റഡ് വന്നപ്പോൾ എക്സ് മൈനസ് സി പ്ലസ് സി ബൈ എക്സ് മൈനസ് സി ആണ് എഴുതേണ്ടത്. സി ബൈ എക്സ് മൈനസ് സി. ഇനി പറയടാ. പ്ലസ് ഡി, ഡി ബൈ എക്സ് മൈനസ് ഡി സ്ക്വയർ. അതെവിടെ താഴെ എക്സ് മൈനസ് ഡി എന്നൊരു സാധനം ഇല്ലൂടാ. എക്സ് മൈനസ് സി സ്ക്വയർ. എക്സ് മൈനസ് സി സ്ക്വയർ. ഈ മുകളിലെ ലെറ്ററും താഴത്തെ ലെറ്ററും തമ്മിൽ ബന്ധമില്ല കേട്ടോ. മുകളിലത്തെ കോൺസ്റ്റൻസ് എ ബി സി ഡി കോൺസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. എ ബി സി ഡി കോൺസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് കേട്ടോ. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതൊക്കെ പറയാം. ആ കോൺസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. റിപ്പീറ്റഡും നോൺ റിപ്പീറ്റഡും വന്നേക്കുവാണ്. അപ്പൊ റിപ്പീറ്റഡ് ആണെങ്കിൽ ആ റിപ്പീറ്റഡിന്റെ റൂൾ അനുസരിച്ച് എഴുതുക, നോൺ റിപ്പീറ്റഡ് ആണെങ്കിൽ നോൺ റിപ്പീറ്റഡിന്റെ റൂൾ അനുസരിച്ച് എഴുതിക്കൊള്ളണം. പല രീതിയിലുള്ള കോമ്പിനേഷൻസ് വരാം. നമ്മൾ പഠിക്കുന്ന കേസുകളുടെ കോമ്പിനേഷൻസ് വരും. അപ്പൊ ഓരോന്നിന്റെയും റൂൾ എങ്ങനെയാണോ അതുപോലെ എഴുതുക, ആഡ് ചെയ്തോളുക, വേറെ വ്യത്യാസമില്ല. എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ, നോൺ റിപ്പീറ്റഡ് ആണെങ്കിൽ എ ബൈ ആദ്യത്തെ ഫാക്ടർ, ബി ബൈ രണ്ടാമത്തെ ഫാക്ടർ. റിപ്പീറ്റഡ് ആണെങ്കിലോ, റിപ്പീറ്റഡ് ആണെങ്കിൽ പവർ ഒന്നിൽ നിന്ന് തുടങ്ങണം. എക്സ് മൈനസ് സി റേസ് ടു 10 ആണെങ്കിൽ എക്സ് മൈനസ് സിയുടെ ടേം ഉണ്ടാവണം. എക്സ് മൈനസ് സി സ്ക്വയർ, സി ക്യൂബ്, എക്സ് മൈനസ് സി റേസ് ടു 4, അങ്ങനെ എക്സ് മൈനസ് സി റേസ് ടു 10 വരെ വേണം. 1 തൊട്ട് 10 വരെ വേണം. ഇവിടെ 2 ആണ്, അപ്പൊ 1ഉം വേണം 2ഉം വേണം. 3 ആണെങ്കിൽ 1ഉം വേണം 2ഉം വേണം 3ഉം വേണം. നാലാമത്തെ കേസ്, ലാസ്റ്റ് കേസ് ആണ്. ലീനിയർ ഫാക്ടേഴ്സ് വിത്ത് non-factorized quadratic expression. Non-factorized quadratic expression. In the denominator. In the denominator. എല്ലാം ഡിനോമിനേറ്റർ നോക്കിയിട്ടാണ് കേട്ടോ. എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ നടത്തേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഡിനോമിനേറ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഡിനോമിനേറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് പി എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് ആർ ബൈ
എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇവിടെ ലീനിയർ ഫാക്ടർ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു ആ റൂളുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പല രീതിയിലുള്ള കോമ്പിനേഷൻസും വരാം. അപ്പൊ ഏതാണോ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന രീതി അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ ലീനിയർ ഫാക്ടർ ഉണ്ട്, കൂടാതെ ലീനിയർ അല്ലാത്ത ഒരു ഫാക്ടർ എഴുതിയിട്ടുണ്ട് താഴെ, അല്ലെ? എക്സ് സ്ക്വയറിന്റെ ഒരു ടേം എഴുതിയിട്ടില്ലേ? എക്സ് സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ ഡിഗ്രി 2 ആകുമ്പോൾ ആ ഇക്വേഷൻ പറയുന്ന പേരെന്താ? എന്താ ഹാഫിസ് ഡിഗ്രി 2 ആകുന്ന ഇക്വേഷൻ പറയുന്ന പേര്? ക്വാഡ്രാറ്റിക് ആണ്. ആ ക്വാഡ്രാറ്റിക് ആയാൽ പോരാ, അതിനൊരു പ്രത്യേകത കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ ക്വാഡ്രാറ്റിക്കും അങ്ങനെ എഴുതാൻ പറ്റില്ല. എല്ലാ ക്വാഡ്രാറ്റിക്കിനും പറ്റില്ല. അത് എങ്ങനത്തെ ക്വാഡ്രാറ്റിക്കിനാ പറ്റണത് ജെസിയ? എങ്ങനത്തെ ക്വാഡ്രാറ്റിക്കിനാണ് ആ റൂള് പറ്റണത് പറഞ്ഞിരിക്കണത്? നോൺ ഫാക്ടറൈസ്ഡ്. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക്കിന്. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ പഠിച്ച 3 കേസിലേക്ക് പോകും, പുറകോട്ട് പോകും. ഫാക്ടറൈസ് ചെയ്താലേ പുറകോട്ട് പോകും. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ക്വാഡ്രാറ്റിക്കിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ലാത്ത ക്വാഡ്രാറ്റിക് ആണെങ്കിൽ മാത്രം കേട്ടോ. ഫാക്ടറൈസ് ചെയ്യാവുന്നതാണെങ്കിൽ ഫാക്ടറൈസ് ചെയ്തോളണം, അത് മസ്റ്റ് ആണ്. ഈ പറയുന്ന റൂളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചോ നിങ്ങൾ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഉത്തരം തെറ്റായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ഈ റൂളുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പാർഷ്യൽ ഫ്രാക്ഷൻ നടത്തിയാൽ മാത്രമേ നിങ്ങളുടെ ആൻസർ ശരിയാവുകയുള്ളൂ. ഇല്ലാണ്ട് ചെയ്തു പോയാൽ നിങ്ങൾ ചെയ്തു പോകും കേട്ടോ, ചെയ്തു പോകും. കോൺസ്റ്റൻസ് എയും ബിയും സിയും ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യും, എല്ലാം കിട്ടും, പക്ഷെ തെറ്റായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കണേന്നുള്ളൂ. ഒന്നും കിട്ടാണ്ടിരിക്കോ പെൻഡിങ് ആയി പോവുകയോ ചെയ്യില്ല കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്തു പോകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഈ റൂൾ അനുസരിച്ചല്ല എടുത്തെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും, സാധനം തെറ്റായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ റൂള് വളരെയധികം ശ്രദ്ധിക്കണം. അവസാനം പറയുന്നത് ലീനിയർ ഫാക്ടർ ഉണ്ടാവാം, ക്വാഡ്രാറ്റിക് ഫാക്ടർ ഉണ്ടാവാം. ഈ ക്വാഡ്രാറ്റിക് ഫാക്ടർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക, പഴയ കേസായി പോകും. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രമാണ് ഈ കേസ് പറയുന്നത് കേട്ടോ. ആദ്യത്തെ ഫാക്ടർ ലീനിയർ ആണ്, അതിന് എ ബൈ എന്ന് കൊടുത്തു, എ ബൈ എക്സ് മൈനസ് എ പ്ലസ്. അടുത്തത് ക്വാഡ്രാറ്റിക് ആണ്, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മോളിലെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ കൊടുക്കണം, ബി എക്സ് പ്ലസ് സി. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബി എക്സ് പ്ലസ് സി എന്ന് കൊടുത്തിട്ട് ആ ബിയും സിയും കണ്ടുപിടിക്കണം. അതായത് താഴെ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ മോളിലെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊടുക്കുക. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക തന്നെ വേണം. ഇത്രയും കേസുകളുള്ളൂ, ഇതിന്റെ കോമ്പിനേഷൻസ് ആയിരിക്കും വരുന്നത് കേട്ടോ. ഇത്രയും കേസുകളും അതിന്റെ കോമ്പിനേഷൻസ് ആണ് വരുന്നത്. ഇനി ഏതായാലും ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് എക്സാമ്പിൾ തരാം, നിങ്ങൾ എന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ എക്സാമ്പിൾ പറയാം കൃത്യമായി. ഒന്നുകൂടെയും കൃത്യമായിട്ട് നോക്കിക്കോട്ടോ, എന്നിട്ട് നോക്കാണ്ട് എനിക്ക് ആൻസർ പറഞ്ഞു തന്നെ. ഒന്നുകൂടെ നോക്കിയിട്ട് ഏതെങ്കിലും എടുക്കണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആ 4 റൂളും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിക്കേ. 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ലീനിയർ ഫാക്ടേഴ്സ് ആണെങ്കിൽ എങ്ങനെ എഴുതാം, ലീനിയർ ഫാക്ടർ റിപ്പീറ്റ് ചെയ്താൽ എങ്ങനെ എഴുതാം, ക്വാഡ്രാറ്റിക് വന്നാൽ എങ്ങനെ എഴുതാം. ആ 3 കാര്യങ്ങളേ ഉള്ളൂ. ആ 3 കോമ്പിനേഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തത് എക്സ് സ്ക്വയർ ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എന്തായിരിക്കും? എഴുതിയേക്കണ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ് അമീന. സാറില്ലാത്ത ഏതാ
ഈ എ ബൈ എന്നൊക്കെ പറഞ്ഞു കൊടുക്കൂലേ, ആ അതിന് പകരം ആ എക്സ് സ്ക്വയർ തന്നെയാണ് കൊടുക്കണേ. എക്സ് സ്ക്വയറോ? ആ മേളിൽ കിടക്കണേ, ഇതിന്റെ ന്യൂമറേറ്റർ കിടക്കണേ. അല്ല, ഞാൻ ഇവിടെ എക്സാമ്പിൾ എഴുതുന്നതിനകത്ത് ന്യൂമറേറ്ററിനകത്ത് വേറെ പലതും പറഞ്ഞല്ലോ, എ എന്നൊന്നും അല്ല പറഞ്ഞല്ലോ. ഇവിടെ പി എക്സ് പ്ലസ് ക്യൂ എന്നാണ്, പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ എന്നൊക്കെയല്ലേ കിടക്കണത്. ഞാൻ ഇവിടെ എഴുതിയപ്പോ അമീന ഇതൊന്നും കേൾക്കണില്ലല്ലോ അമീന, അതിലാണ് എനിക്ക് വിഷമം. നിങ്ങളിതൊന്നും കേൾക്കണില്ലേ ഈ പറയണത്? ഞാൻ എഴുതിയപ്പോ എത്ര പ്രാവശ്യം പറഞ്ഞു ന്യൂമറേറ്റർ നോക്കണ്ട, ഡിനോമിനേറ്റർ എന്താന്ന് നോക്കുക. എല്ലാത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഡിനോമിനേറ്റർ എന്ന് എഴുതി, ആ ടൈപ്പ് എന്ന് എഴുതിയേക്കണതിനകത്ത്, ആ ടൈപ്പ് എന്ന് പറഞ്ഞതിനകത്ത് എല്ലാത്തും പറഞ്ഞേക്കണ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിനാണ് പ്രത്യേകത. ഡിനോമിനേറ്റർ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാന്നാണ്. ന്യൂമറേറ്ററിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ന്യൂമറേറ്റർ ഡിഗ്രി ചെറുതായിരിക്കണം കേട്ടോ, അത് ആദ്യം നോക്കണം. ആദ്യം നോക്കണം ന്യൂമറേറ്റർ ഡിഗ്രി ചെറുതാണെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡിനോമിനേറ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയേണ്ടത്. എത്ര പ്രാവശ്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട് പറഞ്ഞേ. എ ബൈ എക്സ് മൈനസ് 1, എ ബൈ എക്സ് മൈനസ് 1, ശരി. ബി ബൈ എ മൈനസ് 2, അല്ല എക്സ് അതിനെ മൈനസ് ഗുണിക്കുവാണേ, അത് തമ്മിൽ ഗുണിക്കുവാണേ പ്ലസ്. പ്ലസ് എന്നാ പറയണം. ഞാൻ ബി ബൈ ഇല്ല, മൈനസ് ബി ബൈ എക്സ് മൈനസ് 2 പ്ലസ് സി ബൈ എക്സ് മൈനസ് 3. സി ബൈ എക്സ് മൈനസ് 3 ഇതാണ് അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ. ഈ എയും ബിയും സിയും കണ്ടുപിടിക്കണം കേട്ടോ. ഈ എയും ബിയും സിയും കണ്ടുപിടിക്കണം, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എങ്ങനെ എഴുതണ്ടെന്ന് അറിയണമല്ലോ. ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ, ലീനിയർ ഫാക്ടേഴ്സ് ആണ്. വേറെ ഒരെണ്ണം തരാം. 2x plus 3 by x minus 1 into x minus 2 square. എന്തായിരിക്കും അൻവർ ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ രണ്ടാമത്തെ? A by x minus 1 a by x minus 1 plus b b by x minus 2 b by x minus 2 plus c by x minus 2 square. c by x minus 2 square. ശരി. വേറെ ഒരെണ്ണം 2x plus 3 by x minus 1 in x square plus 5x plus 6. ആഷിഖ് നസ്രെ. a by x minus 1 a by x minus 1 plus പറഞ്ഞോ. plus bx plus c ആ. by plus ആ. bx plus bx plus c by x square plus 5x plus 6. അല്ലടാ, തെറ്റാണ്. തെറ്റാ. എന്താ തെറ്റെന്ന് പറ, നീ തന്നെ പറഞ്ഞു. ലീനിയർ ഫംഗ്ഷൻ എപ്പോഴെങ്ങനെ എഴുതാൻ പറഞ്ഞേക്കണേ? എപ്പോഴാ ഇത് എഴുതാൻ? നീ ബി എക്സ് പ്ലസ് സി കൊടുക്കാൻ പറഞ്ഞേക്കണേ എപ്പോഴാ? മേളില് ക്വാഡ്രാറ്റിക് വരുമ്പോഴല്ലേ? മേളിലല്ല, താഴെ. താഴെ ക്വാഡ്രാറ്റിക് വരുമ്പോഴെന്നാണോ എഴുതിയേക്കണത്? നീ വായിച്ചേ. നോൺ ഫാക്ടറൈസ്ഡ് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ. ആ നോൺ ഫാക്ടറൈസ്ഡ് ക്വാഡ്രാറ്റിക് എന്നല്ലേ പറഞ്ഞേക്കണത്? ഈ തന്നേക്കുന്ന ക്വാഡ്രാറ്റിക്കിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നീ നോക്കിയില്ലല്ലോ. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കിയോ? ഇല്ല. ആ, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കിയാ ക്വാഡ്രാറ്റിക്കിനെ. ആദ്യം നോക്കേണ്ടത് ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. ഫാക്ടറൈസ് ചെയ്യാമെങ്കിൽ മാറി നോക്കതിനെ ഫാക്ടറൈസ് ചെയ്യാമോ നോക്ക്. താഴെ തന്നേക്കുന്ന ക്വാഡ്രാറ്റിക്കിനെ ഇതിനെ 2x plus 3 by x minus 1 into x square plus 5x plus 6 നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അഷികെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. ഫാക്ടറൈസേഷൻ ഒന്നും ഞാൻ പഠിപ്പിക്കില്ല കേട്ടോ. അതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കണം, അതൊക്കെ പഠിച്ചോളണം. ഫാക്ടറൈസേഷൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി
എന്തായിരിക്കും ഫാക്ടേഴ്സ്? 2 ഉം 3 ഉം 2 ഉം 3 ഉം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ താഴെ? x+2 into x+3. x+2 into x+3 എന്ന് എഴുതാൻ പാടില്ലേ? അപ്പൊ ഇത് ആദ്യത്തെ കേസ് ആയില്ലേ? അത് മനസ്സിലായോ? ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റും. ആ ക്വാഡ്രാറ്റിക്കിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ക്വാഡ്രാറ്റിക് കണ്ടാൽ എപ്പോഴും അങ്ങനെ bx+c എന്നല്ല കൊടുക്കേണ്ടത്. ക്വാഡ്രാറ്റിക് കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അതാണ് ആദ്യം നോക്കേണ്ടത്. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തെഴുതുക, പറ്റില്ലെങ്കിൽ മാത്രമാണ് bx+c വരുന്നത്. ഇനി പറഞ്ഞടാ, ഇതെങ്ങനെ വരും? a by x minus 1 plus a by x minus 1 plus b by x plus 2 plus b by x plus 2 plus c by x plus 3. c by x plus 3. ഇതാണ് ശരി. നിങ്ങൾ മുകളിലത്തെ എടുത്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. മുകളിലത്തെ എടുത്താലും നിങ്ങൾ ചെയ്തു പോകും. എയും ബിയും സിയും ഒക്കെ കിട്ടും കേട്ടോ. നിങ്ങൾ എടുക്കുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ തെറ്റാണെങ്കിലും എയും ബിയും സിയും ഒക്കെ കിട്ടും, നിങ്ങൾ ചെയ്തു പോവുകയും ചെയ്യും. ഈ പറഞ്ഞിരിക്കുന്ന റൂൾ അനുസരിച്ചുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ എടുത്താൽ മാത്രമാണ് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അതായത് പ്രോഡക്റ്റ് ആയിട്ട് തരുന്ന ഒരു ക്വസ്റ്റിനെ ചെറിയ ചെറിയ ടേംസിന്റെ സമ്മായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ സമ്മാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വലിയ പ്രോഡക്റ്റ് ആയിട്ട് തരുന്ന പോളിനോമിയലിനൊക്കെ നമ്മൾ ചെറിയ ടേംസിന്റെ സമ്മാക്കി മാറ്റും പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച്. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ. 2x plus 3 by x minus 1 into x square plus 4. ഇതെങ്ങനെ എഴുതും ജെസിയ? a by x minus 1. a by x minus 1. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കോംപ്ലക്സ് റൂട്ടാണ് വരുന്നത്. കോംപ്ലക്സ് റൂട്ടായി പോകും. ഇതിന് റൂട്ട്സ് ഇല്ല. കോംപ്ലക്സ് റൂട്ടാണ് വരുന്നത്. നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല എക്സ് സ്ക്വയർ പ്ലസ് 4നെ. എക്സ് സ്ക്വയർ മൈനസ് 4 ആണെങ്കിൽ പറ്റും കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് 4 ആയിരുന്നെങ്കിലോ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എന്ത് വരും? bx plus c by bx plus c by x square plus 4. x square plus 4 എന്ന് വരും. x square plus 4. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കോംപ്ലക്സ് റൂട്ട് വന്നാൽ ഫാക്ടറൈസേഷൻ പറ്റില്ല കേട്ടോ. കോംപ്ലക്സ് റൂട്ട്സ് ആണെങ്കിൽ ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതേ മാർഗമുള്ളൂ bx plus c. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ രീതിയിൽ എഴുതാം, ലീനിയർ ആക്കി എഴുതാം. ഇനി ബാക്കി കാര്യങ്ങൾ എക്സസൈസിൽ പറയാം കേട്ടോ. എക്സസൈസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുത്തോളുക. എക്സസൈസ് നമ്പർ 7.5. Integrate the rational functions in exercise 1 to 21. ക്വസ്റ്റ്യൻ അല്പം ലെങ്ത് കൂടും കേട്ടോ. ചെയ്തു വരുമ്പോൾ അല്പം ലെങ്ത് കൂടും. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. വ്യത്യസ്തങ്ങളായ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തൊക്കെ ചെയ്യാം കേട്ടോ. ഒരേപോലെ വരുന്ന കുറച്ച് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു തരാം എന്താന്നുള്ളതൊക്കെ നോക്കിക്കൊള്ളുക. ഇന്റഗ്രേറ്റ് ദി റാഷണൽ ഫംഗ്ഷൻ. റാഷണൽ ഫംഗ്ഷൻ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ ക്വസ്റ്റിനകത്ത്. കാണുമ്പോൾ മനസ്സിലായിക്കൊള്ളണം. മുകളിൽ ഒരു പോളിനോമിയൽ, താഴെ ഒരു പോളിനോമിയൽ ആണെങ്കിൽ റാഷണൽ ഫംഗ്ഷൻ ആണ്. തൽക്കാലം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, കണ്ടിരുന്നാൽ മതി. കണ്ടിരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ്. എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇവിടെ ഡിനോമിനേറ്റർ രണ്ട് ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് അല്ലേ നോക്കിയേ. ഡിനോമിനേറ്റർ രണ്ട് ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് തന്നേക്കണത്.
ലീനിയർ ഫാക്ടേഴ്സ് ആണ്, രണ്ടും ലീനിയർ ഫാക്ടേഴ്സ് ആണ്. നമുക്കിതിനെ സമ്മാക്കി മാറ്റാനായിട്ടാണ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പാർഷ്യൽ ഫ്രാക്ഷൻ ആദ്യം നോക്കേണ്ടത് പ്രോപ്പർ ആണെന്നാണ് കേട്ടോ. ഫസ്റ്റ് നോക്കേണ്ടത് പ്രോപ്പർ ആണെന്നാണ്. പ്രോപ്പർ ആണോ ഇവിടെ? അത് നിങ്ങൾ നോക്കിക്കൊള്ളണം, ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നോക്കിക്കൊള്ളണം കേട്ടോ. പ്രോപ്പർ ആണോ അല്ലയോ എന്നുള്ളത് ആദ്യം നോക്കണം. എന്താ ആൽഡറിനെ, ഇത് പ്രോപ്പർ ആണോ അല്ലയോ? മുകളിലത്തെ ഡിഗ്രി എത്രയാ? 1. താഴ്ത്തിയോ? 2. അപ്പൊ ഇത് പ്രോപ്പർ ആണ്. പ്രോപ്പർ ആണ്, താഴെ ലീനിയർ ഫാക്ടർ ആണ്. ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ, ഇതിനെ നമുക്ക് എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ നടത്തി എഴുതാൻ പറ്റും ചന്ദ്ര? a by x plus 1 a by x plus 1 plus b by x plus 2 plus b by x plus 2. ശരിയാണ്. ഇനി നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. ഇത്ര നേരം പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ എഴുതാന്ന് മാത്രമേ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ എഴുതാന്നുള്ളതാണ് പറഞ്ഞു തന്നത്. നിങ്ങൾ തൽക്കാലം കണ്ടിരിക്കുക, എഴുതാൻ വേണ്ടി ധൃതി പിടിക്കണ്ട. കണ്ടിരുന്നു. ഈ എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമുള്ള മാർഗമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എയും ബിയും കണ്ടുപിടിക്കാൻ വേണ്ടി തൽക്കാലം നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ആ ലെഫ്റ്റ് സൈഡിന്റെ ഡിനോമിനേറ്റർ ഇല്ലേ, അതായത് ഈ ഡിനോമിനേറ്റർ ആയി x+1 × x+2, ഇതാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്റർ ഏത് പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ആ ക്വസ്റ്റിന്റെ ഡിനോമിനേറ്റർ ഇപ്പൊ മുകളിലൊരു ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയേക്കണത്. ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട്. ആ ക്വസ്റ്റിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ആ ഇക്വേഷനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ക്വസ്റ്റിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ബൈ, ഞാൻ ഇവിടെ എഴുതി വെക്കാം, നിങ്ങൾ കണ്ടിരിക്കുക, മൾട്ടിപ്ലൈ ബൈ x+1 × x+2. ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് എഴുതിയേക്കാം. അടുത്ത പ്രോബ്ലം തൊട്ട് ആൻസർ എഴുതുള്ളൂ കേട്ടോ. നമുക്ക് അങ്ങനെ ഒത്തിരി സ്റ്റെപ്സ് ഇങ്ങനെ എല്ലാം എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഈ പ്രോബ്ലത്തിന് ലെങ്ത് ഉണ്ട്. ഇതൊക്കെ ഉള്ളിൽ ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻ ആയത്, നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പ്രോബ്ലത്തിന് അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് ഓരോരോ സ്റ്റെപ്പുകളും നമുക്ക് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പരമാവധി ഒഴിവാക്കാൻ പറ്റുന്നെങ്കിൽ ഒഴിവാക്കി നമുക്ക് പോകണം. അപ്പൊ ഇവിടെ ഞാൻ സ്റ്റെപ്പ് എഴുതി കാണിച്ചു തരാം. അടുത്ത പ്രോബ്ലം തൊട്ട് ഈ സ്റ്റെപ്പ് എഴുതില്ല. x+1 × x+2 കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞു തന്നെ എനിക്ക്, ഞാൻ എഴുതിക്കോളാം. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞു തന്നെ. പൈസേ ആദ്യം ലെഫ്റ്റ് സൈഡിനെ മൾട്ടിപ്ലൈ ചെയ്യാം. നോട്ട് പൈസേ x into ആം x+1 into x+2. ഞാൻ ആദ്യം കൊടുത്തു എന്നുള്ളൂ കേട്ടോ. x+1 × x+2 × x by x2 into x+1 into x+2 by x+1 × x+2. ആദ്യത്തെ ടേമിനെ x+1 × x+2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ലെഫ്റ്റ് സൈഡിലുള്ള ടേമിനെ x+1 × x+2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡിലെ ആദ്യത്തെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. റൈറ്റ് സൈഡിൽ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. x+1 into x+2 x+1 × x+2 കൊണ്ട് a by മൾട്ടിപ്ലൈ ചെയ്യണം. x+1 into a by x+1. ശരി, a by x+. ഓക്കെ, പ്ലസ് അടുത്തതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. x+1 into x+1 × x+2 into b by x+2. b by x+2. ശരി, ഈ സ്റ്റെപ്പ് എഴുതാണ്ട് തന്നെ ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ എഴുതിയേക്കുന്ന സ്ഥാനം ഒരു അധികം പറ്റാം. ഇതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഇത് എഴുതാതെ നിങ്ങൾ ഇനി തൊട്ട് ആൻസർ എഴുതണം. ആയത്തിൽ എന്ത് വരും? x+1 × x+2 കട്ടായി പോലെ x+1 × x+2 മുകളിലും താഴെയും കട്ടായി പോയിട്ട് ഈ ന്യൂമറേറ്ററായ എക്സ് കിട്ടും. ന്യൂമറേറ്ററായ എക്സ്. ഇനി ഈ താഴെ x+1 കട്ടായി പോകും. x+1 കട്ടായി പോയിട്ട് a × x+2 എന്ന് വരും. a × x+2. അടുത്തതില് x+2 കട്ടായി പോകും. ആ താഴെയുള്ള ടൈം കട്ടായി പോകും. പിന്നെ b × x+1 എന്ന് വരും. ഉണ്ടോ? ഈ സ്റ്റെപ്പ് ഒറ്റയടിക്ക് എഴുതാൻ പറ്റണം. b × x+1. ഓക്കെ, അല്ലെങ്കിൽ രണ്ട് സൈഡും ഈ റൈറ്റ് സൈഡ് അതായത് ഞാൻ ഈ ടിക്ക് ഇടുന്ന കേട്ടോ. ആദ്യത്തിനകത്ത് ടിക്ക് ഇടുന്നതിനകത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. a × x+2 plus b × x+1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്റർ രണ്ടിടത്തെയും കളഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ രണ്ട് ടേം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അടുത്തതിനകത്താകുമ്പോൾ 3 ടേം വരാം. 3-4 ടേംസൊക്കെ വരുമ്പോൾ നിങ്ങൾ അത് തെറ്റിച്ച് കളയും. അതുകൊണ്ടാണ് ഞാനത് പറയാണ്ടിരുന്നത് കേട്ടോ.
രണ്ട് ടേം ഉള്ളെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്താൽ മതി. അത് അവിടെ എളുപ്പമാണ്. പക്ഷെ അടുത്ത 3 ടേം ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പോൾ ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷനകത്ത് തെറ്റിച്ച് കളയും. അതുകൊണ്ട് തെറ്റിപ്പാണ്ടിരിക്കാൻ നമുക്ക് നല്ലത് ഇതാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് എല്ലാ ടേമിനെയും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ക്യാൻസൽ ചെയ്ത് കളയാവുന്നൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. x = a × x+2 + b × x+1. ഇനി ശ്രദ്ധിച്ചോട്ടോ, എളുപ്പമാണ്. എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എയും ബിയും കിട്ടണം. എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ ടേമിനെ ഞാൻ 0 ആക്കാൻ പോവാണ് കേട്ടോ. അതായത് ഞാൻ എക്സിന് -1 എന്ന് കൊടുക്കും. പുട്ട് x = -1. എക്സിന് -1 എന്ന് കൊടുത്താൽ ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കണ ടേം നോക്കി. ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കുന്ന ടേമിനകത്ത് എക്സിന് -1 കൊടുത്താൽ b × -1 + 1 എന്നാവൂലേ? b × -1 + 1 -1 + 1 0 b × 0 എന്നായി പോകും. ശരിയല്ലേ? ആ ടേം അങ്ങ് പൊക്കോളും, ബി പൊക്കോളും. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് -1 എടുക്കുന്നത് കേട്ടോ. -1 എടുത്താൽ രണ്ടാമത്തെ ടൈം പോകും. -1 + 1 0 -1 + 1 0. അപ്പൊ എക്സിന് -1 കൊടുത്താൽ a × -1 + 2 -1 + 2 + b × 0 എന്നായി. b × 0 പോയി. സോറി ഒരബദ്ധം പറ്റി. ലെഫ്റ്റ് സൈഡും കൊടുക്കണം കേട്ടോ. എക്സിന് -1 ആ ഇക്വേഷനകത്ത് മൊത്തം കൊടുക്കണം. അപ്പോൾ -1 = എന്നാവും. എക്സിന് -1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ -1 = a × -1 + 2 + b × 0. ഇതൊന്നും ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇത്ര എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇതെല്ലാം നീട്ടിപ്പിടിച്ച് എഴുതുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് വരും എന്ന് പറഞ്ഞേ? -1 = a × -1 + 2 1 വരും. a = -1 a = -1 എന്ന് കിട്ടും. അടുത്തായിട്ട് നമുക്ക് b കണ്ടുപിടിക്കണം. a = -1. b കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണത് പോലെ എന്തായിരിക്കും b കണ്ടുപിടിക്കാനുള്ള മാർഗം? അബോയ്, ഇതുപോലെ നമുക്ക് b കിട്ടാനായിട്ട് ഞാൻ x എന്ത് കൊടുക്കണം? സാർ b കിട്ടണമെങ്കിൽ എയുടെ ടൈം പോണം. അപ്പൊ എയുടെയും കളഞ്ഞിട്ട് ബാക്കി എഴുതണം. അങ്ങനെ ചുമ്മാ കളയാൻ പറ്റൂലല്ലോ. അപ്പൊ b എടാ, ഇപ്പൊ ഞാൻ ആദ്യം കൊടുത്തപ്പോൾ a കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്ത മെത്തേഡ് എന്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെ b കിട്ടാൻ വേണ്ടി എന്ത് കൊടുക്കണം എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. b കിട്ടാൻ വേണ്ടി മറ്റേ x/1 ചെയ്താ പോരെ? ഡിവൈഡ്. ഫാരിസെ എന്ത് ചെയ്യണം? ഫാരിസെ -2 കൊടുത്താ പോരാ? എക്സിന് -2 കൊടുക്കണം. എക്സിന് -2 കൊടുത്താൽ എയുടെ ടൈം പോവും, ബി കിട്ടും. എക്സിന് -2 കൊടുത്താൽ പറഞ്ഞ ഫാരിസെ -2 കൊടുത്ത -2 = a × -2 + 0 ആയി പോലെ b × -2 + 1 -2 + 1. അതായത് -2 = b × -2 + 1 -1. അപ്പോൾ b = -2/-1 വരും. b = -2/-1 = 2 എന്ന് കിട്ടും. എയും ബിയും കിട്ടി. എയും ബിയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും കേട്ടോ. ഞാൻ ഇതിന് അട്ടിക്കിട്ടേക്കണ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. ആദ്യത്തെ ഇക്വേഷൻ 1 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x/x+1 × x+2 = from equation 1 x/x+1 × x+2 = a കിട്ടിയത് -1 ആണ്. -1/x+1 പ്ലസ് b കിട്ടിയത് 2 ആണ്. 2/x+2 എന്നാവും. ആ എയും ബിയും കണ്ടുപിടിച്ചു. ഇത്ര കാര്യം ഒന്ന് എഴുതിക്കേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. തന്നെ ചെയ്ത് നോക്കുക. ഇത്തരം കാര്യം ഒന്ന് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഏത് ടൈപ്പ് ആണെന്ന് നോക്കുക, പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതുക, എയും ബിക്കും കണ്ടുപിടിക്കണം. എ കിട്ടണമെങ്കിൽ ബിയുടെ ടൈം പോകണം, അതിനുവേണ്ടി എക്സ് എന്ത് കൊടുക്കാൻ നോക്കുക. ബി കിട്ടണമെങ്കിൽ നേരെ തിരിച്ച് എയുടെ ടൈം പോകണം, അതിനുവേണ്ടി എക്സ് എന്ത് കൊടുക്കാൻ നോക്കുക. അങ്ങനെ എക്സ് കൊടുത്ത് എയും ബിയും കണ്ടുപിടിച്ചെഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്കൂളിൽ എവിടം വരെ ജെസിയ? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റിന്റെ വർഷൊക്കെ കഴിഞ്ഞാണോ? ശരി ശരി. ഒരു അനക്കവും തോന്നണില്ലല്ലോ ഇവിടെ. പുതുപ്പടിയല്ലേ? ശരി ശരി. എവിടെയാ അബു ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കണേ? ഇന്റഗ്രേഷൻ ആയിട്ടില്ല എന്നാണ് നീ പറഞ്ഞേ? അല്ല, ഇന്റഗ്രേഷൻ ആയി. എവിടം വരെ? എവിടം വരെ? മറ്റേ ഇതിനും ബാക്കില്ല സാറേ, 4 ആയുള്ളൂ. നമ്മളാണോ മുമ്പില്? ശരി. കഴിഞ്ഞല്ലോ അല്ലേ? ഇനി ഇത്ര എഴുതിയിട്ട് നിർത്തിക്കോട്ടോ. ഇനി ഞാനൊരു കാര്യം കാണിച്ചാൽ ഇതെങ്ങനെ ശരിയാവണം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിവിടെ പ്രോഡക്റ്റ് ആയിട്ട് തന്നേനെ കേട്ടോ, പ്രോഡക്റ്റ് ആയിട്ട് തന്നേനെ നമ്മൾ 2 ടേമിന്റെ സമ്മാക്കി മാറ്റി. പ്രോഡക്റ്റ് ആയിട്ട് തന്ന കാര്യത്തിനെ 2 ടേമിന്റെ സമ്മാക്കി മാറ്റി. അതിനാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചു പിള്ളേരെ, ഈ എഴുതണ്ട കേട്ടോ, ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എഴുതണ്ട. ഇതൊന്ന് നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ഈ റൈറ്റ് സൈഡ് നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡ് തന്നെ ആണോ എന്ന് നോക്കാം. ഓക്കെ, ഒന്ന് പറഞ്ഞു തന്നെ ബേസിലെ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് പറഞ്ഞു ബേസിലെ. ചെയ്യണ്ട കേട്ടോ, നിങ്ങൾ ചെയ്യണ്ട. നമ്മുടെ ആൻസറിനകത്ത് ഇത് വേണ്ട, ചെയ്യരുത്, ചുമ്മാ കണ്ടിരുന്നാൽ മാത്രം മതി. പറഞ്ഞ ബേസിലെ. -1 into x plus 2 -1 into x plus 2 plus 2 into x plus 1 2 into x plus 1 by x plus 1 into x plus 2 x plus 2 equal to numerator simplify the minus x minus 2 plus 2x plus 2 plus 2 by x plus 1 into x plus 2 അതങ്ങനെ നടന്നാൽ മതി. ഈക്വൽ ടു then numerator ഈ -2ഉം +2ഉം പോവില്ലേ? 2x ൽ നിന്ന് x പോയാലോ? 2x - x അല്ലെങ്കിൽ -x + 2x എന്ത് വരും ബേസിലെ? x by x plus 1 into x plus 2 എന്ന് വരും. അതല്ലേ നമുക്ക് തന്നേക്കണ ക്വസ്റ്റ്യൻ.
അതല്ലേ ക്വസ്റ്റ്യൻ. പറഞ്ഞു മനസ്സിലായോ? ആ ക്വസ്റ്റ്യനെ നമ്മൾ ഇങ്ങനെ സമ്മാക്കി മാറ്റി. ഇത് രണ്ടും കൂട്ടിയാൽ ഏത് കിട്ടും? അത് തന്നെ കിട്ടും. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ആ ക്വസ്റ്റ്യൻ തന്നെ കിട്ടും. അപ്പൊ നമ്മുടെ ആ സെയിം ക്വസ്റ്റ്യനെ തന്നെയാണ് കേട്ടോ, സെയിം സംഭവം തന്നെയാണ് റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ രണ്ട് കാര്യത്തിന്റെ സമ്മാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ രണ്ട് കാര്യത്തിന്റെ സമ്മാക്കി നമ്മൾ മാറ്റി. ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. രണ്ടും തുല്യമായിരിക്കണം. ലാസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ എഴുതണ്ട. ഞാൻ ഈ ചെറിയ പ്രോബ്ലം ആയതുകൊണ്ട് ഇത് ഈക്വലാന്ന് കാണിച്ചതാ. വലിയ പ്രോബ്ലം ആണെങ്കിൽ ഈക്വലാന്ന് കാണിക്കാൻ കുറച്ചധികം സമയം എടുക്കും കേട്ടോ. അല്ല, ഈ ചെറിയ പ്രോബ്ലത്തിൽ വെച്ചുകൊണ്ട് ഇത് രണ്ടും ഒന്നാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ്. ഇനി ഈ പറഞ്ഞതുപോലെ അല്ലാതെ നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ എടുത്താല് കേട്ടോ, നമ്മൾ എല്ലാത്തിനും അതിൻ്റെതായ റൂളുകൾ പറഞ്ഞില്ലേ? എല്ലാത്തിനും അതിൻ്റെതായ റൂളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അല്ലാത്ത രീതിയിൽ നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് എയും ബിയും കിട്ടും. നിങ്ങൾ എടുത്ത റൂള് തെറ്റിപ്പോയാലും നിങ്ങൾക്ക് എയും ബിയും കിട്ടും. പക്ഷേ ഇതുപോലെ നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതുപോലെ ആഡ് ചെയ്യുമ്പോൾ ഈ ഉത്തരം കിട്ടില്ല, ഇതും എത്തൂല. പക്ഷെ നമ്മൾ അത് ചെയ്തു നോക്കാത്തതുകൊണ്ട് നമുക്ക് ആ തെറ്റ് മനസ്സിലാവില്ല. ഞാൻ പറയണ മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലാണ് പാർഷ്യൽ ഫ്രാക്ഷൻ നടത്തിയാലും നിങ്ങൾക്ക് എയും ബിയും ഒക്കെ കിട്ടും. പക്ഷെ ആ കിട്ടിയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിനോട് ഈക്വൽ ആയിരിക്കില്ല റൈറ്റ് സൈഡ്. അപ്പോൾ ആൻസർ തെറ്റായിട്ട് മാറും. ശരി, അതുകൊണ്ട് കൃത്യമായ റൂൾ അനുസരിച്ച് മാത്രമേ എടുക്കാമുള്ളൂ. ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ആണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്തണം. ഇന്റഗ്രേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തണം. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക മാത്രമാണ് ചെയ്തത്. ശരിയല്ലേ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തണം. ഞാൻ ചെയ്യാം, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ഓക്കെ, therefore ഇനിയൊന്നുമില്ല കേട്ടോ. ഇനി രണ്ട് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, കഴിഞ്ഞിട്ട് എഴുതാം. അപ്പൊ നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ നടത്തി എഴുതിയതിന്റെ ഇനി രണ്ട് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. നമുക്ക് വേണ്ടത് ഇതാണ്. ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡി എക്സ് ഈക്വൽ ടു, ഇപ്പറേ അതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഓഫ് മൈനസിനെ പുറത്തേക്ക് എടുത്താം, മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1 ഡി എക്സ് ആദ്യത്തെ ടേമിന്റെ ഇന്റഗ്രല്. ഒന്നിച്ച് കിടന്നാൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. ആദ്യത്തെ ടേമിന്റെ ഇന്റഗ്രല് പ്ലസ് 2 കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തേക്കാം. ഇന്റഗ്രൽ ഓഫ് രണ്ടാമത്തെ ടേം ഡി എക്സ് ബൈ എക്സ് പ്ലസ് 2 ആവും. ലെഫ്റ്റ് സൈഡിന്റെ ഇന്റഗ്രൽ ഈക്വൽ ടു റൈറ്റ് സൈഡിലെ ആദ്യത്തെ ടേമിന്റെ ഇന്റഗ്രല് പ്ലസ് രണ്ടാമത്തെ ടേമിന്റെ ഇന്റഗ്രല്. എന്താണ് ആദ്യത്തെ ടേമിന്റെ ഇന്റഗ്രല്? എന്തുവരും ആദ്യത്തെ ടേമിന്റെ ഇന്റഗ്രല്? എന്താ സുഫിനെ? ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് പ്ലസ് 1. സുഫിൻ, സുഫിന്റെ ഭാഗത്ത് റെസ്പോൺസ് ഒന്നുമില്ല. എൽവിൻ, ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് പ്ലസ് 1. 1 ബൈ എക്സ് പ്ലസ് 1 ഒരു ഹാഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് സി ആണ്. ഹാഫ് എക്സ് സ്ക്വയർ ബൈ 2. നീ പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് ശരിയല്ല. ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് പ്ലസ് 1 ഡി എക്സ്. എക്സ് പ്ലസ് 1 ഹാഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് സി അല്ലേ? എക്സ് സ്ക്വയറിന്റെ ഹാഫ് എക്സ് സ്ക്വയർ ബൈ 2. എക്സ് സ്ക്വയർ ബൈ 2 എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി അല്ല, 1 ബൈ ആണ്. എക്സ് പ്ലസ് 1 അല്ല നമുക്ക് വേണ്ടത്, 1 ബൈ എക്സ് പ്ലസ് 1 ആണ്. 1 എക്സ് പ്ലസ് സി 1 എക്സ് പ്ലസ് സി. ഇവിടെ അങ്ങനെ ഓരോ ടൈമിന്റെ ഇന്റഗ്രൽ എടുക്കുമല്ലോ നമ്മൾ ചെയ്യണത്. എക്സ് പ്ലസ് സി. ഇവിടെ നീ പറഞ്ഞ പൊട്ടത്തെറ്റാണ്, ആനമുണ്ടത്തിനാണ്. ന്യൂമറേറ്ററിലെ 1 ഇന്റഗ്രലും താഴത്തെ ഇന്റഗ്രലും അല്ല എഴുതേണ്ടത്. മനസ്സിലായില്ലേ? ന്യൂമറേറ്ററിന്റെ ഇന്റഗ്രല്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ന ന്യൂമറേറ്ററിന്റെ ഇന്റഗ്രൽ ഓരോ ടൈമിന്റെ ഇന്റഗ്രല് താഴെ. അങ്ങനെയാണ് നമുക്ക് എന്ത് എളുപ്പമായിരുന്നു എല്ലാ കാര്യം. എങ്ങനെയാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എൽവിനെ ഇതൊന്നും കഷ്ടപ്പെടാതെ ആ ക്വസ്റ്റ്യൻ അങ്ങ് എടുത്തിട്ടുണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തു വെച്ചിട്ട് അങ്ങ് എഴുതിയാൽ മതിയായിരുന്നു. കേട്ടോ, എഴുതാ ക്വസ്റ്റ്യൻ. ഇത് ഞാൻ താഴെ എഴുതാം, ഇവിടെ സൈഡിൽ എഴുതാം. ഇന്റഗ്രൽ ഓഫ് നമ്മളോട് ചോദിച്ചേക്കണത്
എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. നീ പറഞ്ഞ പോലെ ആണെങ്കിൽ എന്ത് എളുപ്പം? ദിസ് ഈസ് ഈക്വൽ ടു എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ബൈ താഴത്തെ എക്സിന്റെ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1ന്റെ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2x. അടിപൊളി. ഇങ്ങനെ എഴുതി വെച്ചാൽ ചേർന്നു. ഇത്ര ഒന്നും ഒരു കഷ്ടപ്പാടിന്റെ ആവശ്യമില്ല. ഓരോന്നിന്റെ ഇന്റഗ്രൽ എഴുതി വെച്ചാൽ മതി. അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് പ്ലസ് 1 സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ്. എന്താ ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ്? എൽവിൻ, ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ഡി എക്സ്. അറിയില്ലടാ, റിസൾട്ട് അറിയില്ല. ഇന്റഗ്രൽ ഓഫ് ലോഗ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ലോഗ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് പ്ലസ് 1 എക്സിന് പകരം എക്സ് പ്ലസ് 1 ആണെന്നുള്ളൂ അവിടെ. മോഡ് എക്സ് ലോഗ് പ്ലസ് ലോഗ് മോഡ് എക്സ് പ്ലസ് 1 ആണ്. ലോഗ് മോഡ് എക്സ് പ്ലസ് 1 വരും കേട്ടോ. ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ആണെങ്കിൽ താഴെ ലീനിയർ ഫാക്ടർ ആണെങ്കിൽ ലോഗാന്ന്. ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ലോഗ് എക്സ്. ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് പ്ലസ് 1 ലോഗ് എക്സ് പ്ലസ് 1 ആണ്. പ്ലസ് അതുപോലെ തന്നെ 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് പ്ലസ് 2. എന്ത് വരും അമീന? ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് പ്ലസ് 2 ലോഗ് മോഡ് എക്സ് പ്ലസ് 2 വരും. ലോഗ് മോഡ് എക്സ് പ്ലസ് 2 ലോഗ് മോഡ് എക്സ് പ്ലസ് 2 പ്ലസ് സി. ഓഫ് ഇന്റഗ്രേഷൻ കൊടുത്താൽ മതി കേട്ടോ. പ്ലസ് സി. ഇനി വേണമെങ്കിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഇത്ര ആയാലും മതി. തൽക്കാലം ഇത്ര വന്നിട്ടെ. മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് 2 ലോഗ് മോഡ് എക്സ് പ്ലസ് 2 പ്ലസ് സി. പാർഷ്യൽ ഫ്രാക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഓരോ ടേമിനെയും ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. പാർഷ്യൽ ഫ്രാക്ഷൻ കഴിഞ്ഞാൽ ഓരോ ടേമിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുക. പാർഷ്യൽ ഫ്രാക്ഷൻ നടത്തി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഓരോ ടേമിനെയും ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതുക. ആൻസർ ആയി. ക്വസ്റ്റ്യൻ നമ്പർ 2 തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് നമ്മൾ അടുത്തിലേക്ക് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 2 ഞാൻ ചെയ്യുന്നില്ല. എങ്ങനെയായിരിക്കും ചന്ദന ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്യണത്? 2 ബൈ 2 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 9. എങ്ങനെ ചെയ്യും? ഫാക്ടറൈസ് ചെയ്യും. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യും? എക്സ് സ്ക്വയർ മൈനസ് 9 എങ്ങനെ ഫാക്ടറൈസ് ചെയ്യും? എക്സ് പ്ലസ് 3 എക്സ് മൈനസ് 3 വരും കേട്ടോ. 1 ബൈ എക്സ് മൈനസ് 3 എക്സ് പ്ലസ് 3 എന്നാവും. ലീനിയർ ഫാക്ടർ ആണ്. അപ്പോൾ എ ബൈ എക്സ് മൈനസ് 3 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 3. ഇനിയിപ്പോ ചെയ്ത പ്രോബ്ലം പോലെ ചെയ്ത് പോകാം കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് 9 ആണ്. എക്സ് സ്ക്വയർ മൈനസ് 9 എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ ചെയ്തു പോകാം. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വേറെ മാർഗത്തിൽ ചെയ്യാം. എങ്ങനെ ചെയ്യും? ആർക്ക് പറയാം? അറിയാവുന്ന ഒരു കൈ പൊക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പാർഷ്യൽ ഫ്രാക്ഷന്റെ ആവശ്യമില്ല. 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 9 ഇന്റഗ്രൽ ചെയ്യാനായിട്ട് പാർഷ്യൽ ഫ്രാക്ഷന്റെ ആവശ്യമില്ല. അല്ലാതെ ആൻസർ എഴുതാം.
പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുക കേട്ടോ. അങ്ങനെ പറയില്ല, ഇന്റഗ്രേറ്റ് എന്നേ കാണുള്ളൂ. ഇന്റഗ്രേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തോളുക. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം നമുക്ക്? എങ്ങനെയാ ഫാരിസേ? അറിയില്ല സാർ. എന്തോ അറിയില്ല. ഫൈസ് സ്ക്വയർ ആയിട്ടല്ല താഴെ കിടക്കണേ. സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അതെ. ഇപ്പൊ 1/2a ലോഗ് മോഡ് x മൈനസ് a ബൈ x പ്ലസ് a. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ആ 6 ഫോർമുല പഠിച്ചതിൽ ഒരു ഫോർമുലയാണ് ഇത്. ഇന്റഗ്രൽ 1/x² മൈനസ് a² dx. ആ 6 ഫോർമുല പഠിച്ചില്ലേ? ഇന്റഗ്രൽ 1/x² മൈനസ് a², 1/2a ലോഗ് മോഡ് x മൈനസ് a ബൈ x പ്ലസ് a. അത് വെച്ച് എഴുതിയാലും മതി കേട്ടോ. അത് വെച്ച് എഴുതിയാൽ ആൻസർ പെട്ടെന്ന് കിട്ടും. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്താലും അങ്ങോട്ട് എത്തും. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്താലും അങ്ങോട്ട് എത്തും. ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാവണത്, നമുക്ക് കാര്യങ്ങളെ പറ്റി വ്യക്തമായ ഐഡിയ ഉണ്ടാവണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതിലൊന്നൊരു ധാരണ കിട്ടണം. പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക. പാർഷ്യൽ ഫ്രാക്ഷനേക്കാൾ എളുപ്പമാണ് ആ ഫോർമുല. പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 3x minus 1 by x minus 1 into x minus 2 into x minus 3. x minus 1 by x minus 1 into x minus 2 into x minus 3. ഇത് പ്രോപ്പർ ആണോ ആദിൽ മുജീബ്? ആദിൽ മുഹമ്മദേ? ആണ്. പ്രോപ്പർ ആണെങ്കിൽ എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ നടത്താമെന്ന് പറഞ്ഞേടേനെ. a by x minus 1 ശരി, v by x minus 2 plus c by x minus 3. c by x minus 3. അടുത്ത സ്റ്റെപ്പ് എന്താ സുഹൈലെ? പാർഷ്യൽ ഫ്രാക്ഷൻ നടത്തി അടുത്തായിട്ട് എന്ത് ചെയ്യണം? ഏതിന്റെ ഏതായിട്ട് എഴുതണോടാ? നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചോദിക്കാം. മറ്റേ അടി കിടക്കുന്ന സാധനങ്ങള് അടി കിടക്കണോണ്ട് ഈ ഇതില് ലെഫ്റ്റ് സൈഡില് കിടക്കണതിന്റെ ഡിനോമിനേറ്റർ വെച്ച് മറ്റേ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യണം. ലെഫ്റ്റ് സൈഡ് ഡിനോമിനേറ്റർ കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യണം. ആ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഒക്കെ പറഞ്ഞു സുഹൈലെ. മനസ്സിലാ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് ആൻസർ എന്താന്ന് പറഞ്ഞേ. ലെഫ്റ്റ് സൈഡ് എന്ത് വരും? അത്രേ ഉള്ളൂ. താഴത്തെ വെട്ടിപ്പോ x minus 1 into x minus 2 into x minus 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മാത്രമേ വരുള്ളൂ. 3x minus 1 മാത്രമേ വരുള്ളൂ കേട്ടോ. നീ മ്യൂട്ട് ചെയ്തേ. ബാക്കി പറഞ്ഞേ ആൾട്ടറിനെ. 3x minus 1 equal to ഈ എയുടെ താഴെ ഒരു x minus 1 ഉണ്ട്. അപ്പൊ x minus 1 പോകും കേട്ടോ. ബാക്കി എന്ത് വരും? a into x minus 2 into x minus 3. അത് തന്നെ. x minus 1 into ഇവിടെ എഴുതി വെച്ചേക്കാം. മൾട്ടിപ്ലൈ ബൈ x minus 1 into x minus 2 into x minus 3 ആണ്. അപ്പൊ എയുടെ താഴെ x minus 1 പോകും. അപ്പൊ x minus 1 പോയി കഴിഞ്ഞാൽ ബാക്കി x minus 2 x minus 3 ഉണ്ട് എയുടെ കൂടെ. പ്ലസ് b into ബിയുടെ കൂടെ ആൾട്ടറിനെ x minus 1 into x minus 3. x minus 2 വെട്ടി പോകും. സിയുടെ താഴെ x minus 3 ഉണ്ട്. അപ്പൊ x minus 3 വെട്ടി പോകും. എന്നിട്ട് സിയുടെ കൂടെ c into x minus 1 into x minus 2. ഓക്കെ, x minus 1 into x minus 2.
ഇനി നമുക്ക് എക്സിന് വാല്യൂസ് കൊടുത്ത് എയും ബിയും സി ഒക്കെയും കിട്ടണം. എക്സിന് വാല്യൂസ് കൊടുത്ത് എയും ബിയും സിയും കണ്ടുപിടിക്കാം. ആദ്യം എക്സിന് എന്ത് കൊടുക്കണം ആലോചിച്ച് നോക്ക്. പുഷ് എക്സ് ഈക്വൽ ടു, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ത് വാല്യൂ കൊടുക്കണം എന്ന്. അത് പറഞ്ഞോ, അത് നമുക്ക് കൊടുത്തു നോക്കാം. എക്സിന് ആദ്യം എന്ത് കൊടുക്കാം ആഷിഖ് നസ്രെ? എടാ നീ ആദ്യം എ ബി സി നീ ഇതിനകത്ത് ഏതാ കണ്ടുപിടിക്കാൻ പോണേ? എ കണ്ടുപിടിക്കണമെങ്കിൽ ബിയും സിയും പോകണം കേട്ടോ. ബിയും സിയും പോകണം. ബിയും സിയും കളയാൻ എന്ത് കൊടുക്കണം നോക്കി. നീ ആ ബിയുടെയും സിയുടെയും കൂടെ ഉള്ളത് നോക്ക്. എന്നിട്ട് ആ ബിയും സിയും കളയണമെങ്കിൽ എന്ത് കൊടുക്കണം? എക്സിന് 1 കൊടുത്താ പോരെ? എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ദേ ഈ എക്സ് മൈനസ് 1 മൈനസ് 1 0 ആയി പോകും. എക്സിന് 1 കൊടുത്താൽ 1 മൈനസ് 1 0, അപ്പൊ ബി 0. ഇവിടെ നോക്കിയേ, സിയുടെ കൂടെ എക്സ് മൈനസ് 1 ഉണ്ട്. 1 മൈനസ് 1 0, അപ്പൊ സി 0 ആയി പോകും. അപ്പൊ എക്സ് ഈക്വൽ ടു 1 കൊടുക്ക. എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ പറഞ്ഞ ആഷിക്കെ, എക്സിന് 1 കൊടുത്താൽ എന്ത് വരും? 2 is equal to 3 into 1, 3 minus 1 2, 2 equal to a into x a into 1 1 minus 2 minus 1 into minus 2 1 minus 3 minus 2. അത്രല്ലേ ഉള്ളൂ. ബിയുടെ കൂടെ എന്തായി പോവും? 0. സിയുടെ കൂടെ എന്തായി പോവും? 0. എക്സിന് 1 കൊടുത്താൽ ബി ഇൻറ്റു 0 ഇൻറ്റു എന്ന് വരും. 0 ഇൻറ്റു പിന്നെ എന്നാന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 0 ഇൻറ്റു ബാക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബിയുടെ കൂടെ 0 ആകും, സിയുടെ കൂടെ 0 ആകും. അപ്പോൾ 2 ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു മൈനസ് 2 2a ആവും. Therefore a equal to 1. എക്സിന് 1 കൊടുത്താൽ a equal to 1 കിട്ടും. ഇനി നമുക്ക് ബി കണ്ടുപിടിക്കാം. ബി കണ്ടുപിടിക്കാനായിട്ട് എന്താ മാർഗം ആസിഫ് മക്കാരെ? എക്സിന് 2 കൊടുക്കാം. എക്സിന് 2 കൊടുത്താൽ എയും പോവും സിയും പോവും അല്ലെ? ശരി, എക്സിന് 2 കൊടുക്കും. ആ ഓർഡറിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. എയും ബിയും സിയും കണ്ടുപിടിച്ചാൽ മതി. പറഞ്ഞേടാ, എക്സിന് 2 കൊടുത്ത് പറഞ്ഞേ. a into 2 minus 2 ലെഫ്റ്റ് സൈഡ് ആദ്യം പറ. 1 2 കൊടുത്താൽ 1 അല്ലല്ലോ. 5 ഈക്വൽ ടു a into 2 minus 2. ആ 0 ആയി പോയില്ലടാ. പിന്നെ ബാക്കി നോക്കണ്ട. a into 0. b into 2 minus 1 1. അടുത്ത 1 minus 1 മൈനസ് 1. ശരി, പ്ലസ് അടുത്ത c into 0. 2 minus 2 0 ആയി പോകും. അപ്പോൾ ഇവിടെ 5 ഈക്വൽ ടു 1 into minus 1 minus b. 5 equal to minus b. Therefore b equal to minus 5 എന്ന് കിട്ടും. b equal to minus 5. ഇനി സി കണ്ടുപിടിക്കണം കേട്ടോ. സി കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗം എക്സിന് എന്ത് കൊടുക്കാം? സി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എക്സിന് എന്ത് കൊടുക്കും? എന്താ എൽവിനെ? 3. ആ ബ്രാക്കറ്റിൽ നോക്കുക. എക്സ് മൈനസ് 2 എക്സ് മൈനസ് 3 ഒക്കെ ആണല്ലോ. അപ്പൊ 3 ഒക്കെ ആയിരിക്കും കേട്ടോ. 3ഉം 2ഉം 1 ഒക്കെ ആയിരിക്കും. അട്ടാ നിങ്ങൾ അങ്ങനെ കൃത്യമായ ഓർഡർ വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒക്കെ കൊടുത്തോളൂ, അപ്പൊ ആൻസർ കിട്ടും. 3 കൊടുത്താൽ എൽവിനെ പറഞ്ഞേ. ലെഫ്റ്റ് സൈഡ് 8 ഈക്വൽ ടു a into 0 plus b into plus c into minus 2 അല്ല 2 into 1.
ഇതിനകത്ത് എയും ബിയും സീറോ 2c. 2c equal to 8. 8 equal to 2c. Therefore c equal to 4 എന്ന് വരും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. ഇക്വേഷൻ 1 അത് ആദ്യം കൊടുത്തേക്കുന്നിടത്തിനകത്ത് ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ വരുന്നത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3x minus 1 by x minus 1 into x minus 2 into x minus 3 equal to a 1 ആയിരുന്നു. 1 by x minus 1. b minus 5 ആണ്. minus 5 by x minus 2 plus c 4 ആണ്. 4 by x minus 3. പാർഷ്യൽ ഫ്രാക്ഷൻ നടത്തി എഴുതി റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തന്നെ കിട്ടും കേട്ടോ. ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് തന്നെ ശരിയാണെന്ന് വിശ്വസിച്ചുകൊള്ളുക. ഇനി രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ 3x minus 1 by x minus 1 into x minus 2 into x minus 3 dx equal to integral of 1 by x minus 1 dx -5 പുറത്തേക്ക് മാറ്റി ഇന്റഗ്രൽ ഓഫ് dx by x minus 2. അടുത്തതിൽ കോൺസ്റ്റന്റ് 4 പുറത്തേക്ക് മാറ്റി ഇന്റഗ്രൽ ഓഫ് 1 by x minus 3 അല്ലെങ്കിൽ dx by x minus 3. ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്തേ. ലീനിയർ ആണെങ്കിൽ ലോഗ് ആയിരിക്കും കേട്ടോ. വേറെ നോക്കാനില്ല. ലീനിയർ ആണെങ്കിൽ ലോഗ് ആണ് താഴെ. എക്സിന് പകരം വല്ല 3x 5x അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്തൊരു അമനയായിട്ട് ഇന്റഗ്രൽ ഓഫ് 1 by x minus 1 dx ലോഗ് മോഡ് x minus 1 ലോഗ് മോഡ് x minus 1. അടുത്തോ ലോഗ് മോഡ് x minus 2 അടുത്തതാ plus 4 into ലോഗ് മോഡ് x minus 3. ഓക്കെ പ്ലസ് സി എല്ലാം ലോഗ് ആയിരിക്കും കേട്ടോ. ലീനിയർ ആണെങ്കിൽ ലോഗാണ്. ലീനിയർ ഫാക്ടർ ആണെങ്കിൽ ലോഗരിതം ആയിരിക്കും. നാല് ഇതുപോലെ തന്നെയാണ് കേട്ടോ. 4 ഇതുപോലെ തന്നെയാണ്. അഞ്ച് ചെയ്തേ. 5 ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. തന്നെ ചെയ്തേ. ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x plus 2. 2x by x square plus 3x plus 2. ഫാക്ടറൈസ് ചെയ്യാമോ നോക്ക്. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ bx plus c. ഫാക്ടറൈസ് ചെയ്യാമെങ്കിൽ ഫാക്ടറൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ ക്വാഡ്രാറ്റിക് കിട്ടിക്കഴിഞ്ഞാൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എന്ത് അതിൽ നസിയെ? ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. എന്താ ഫാക്ടർ? 1 into 1 into. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ? x plus 1 into x plus 2. x plus 2. 1x 2x 3x. ഓക്കെ. ഈക്വൽ ടു പാർഷ്യൽ ഫ്രാക്ഷൻ പറഞ്ഞാൽ അതിലെ a by x plus 1 plus b by x plus 2. b by x plus 2. ശരി ചെയ്തോട്ടോ. മൾട്ടിപ്ലൈ ബൈ x plus 1 into x plus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. x plus 1 into x plus 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും ചന്ദ്ര?
2x. 2x equal to x plus 2 plus x minus 1. b into x minus 1 no? x plus 1. x plus 1 ശരി. നീ എയും ബിയും കിട്ടാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എയും ബിയും കിട്ടാൻ വേണ്ടി അൻവറെ എന്ത് കൊടുക്കാം? എ കിട്ടാൻ വേണ്ടി എക്സിന് മൈനസ് ബി മൈനസ് 1 -1 ശരി. എക്സിന് -1 കൊടുത്താൽ 2 into -1 -2 -2 equal to a into -1 plus 2 1 plus b into 0. a equal to -2 ആണോടാ? അല്ലേ? അതെ. ആണ്. ശരി ആയിക്കോട്ടെ. അടുത്തോണ്ട് പിടിച്ചോ. എന്താണ് അബു എടുത്തിട്ടാൻ വേണ്ടിട്ട്? ബിന് -1 കൊടുക്കണം. എക്സിന് -1 കൊടുത്തൂടാ ഇപ്പൊ? അല്ല, എക്സിന് -2 കൊടുക്കണം. -2 കൊടുക്കണം. ശരി. നീ പറഞ്ഞ എക്സിന് -2 കൊടുത്ത് പറഞ്ഞ എന്ത് വരും? -4 equal to -4 equal to a0 plus okay b into -2 plus 1 -1. അപ്പൊ -4 equal to -b ആണെങ്കിൽ b equal to 4 എന്ന് കിട്ടും. b equal to 4. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 2x by x plus 1 into x plus 2. a -2 by x plus 1 plus b by x plus 2. b 4 ആണ്. plus 4 by x plus 2. -2 by x plus 1 plus 4 by x plus 2. രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. കോൺസ്റ്റന്റ് ഒക്കെ പുറത്തേക്ക് മാറ്റിയേക്കുക. ഇവിടൊക്കെ ലോഗാണ് കേട്ടോ. എല്ലായിടത്തും ലോഗായിരിക്കില്ല. ലീനിയർ ആണെങ്കിൽ ലോഗാണ്. ഇന്റഗ്രൽ 2x by x plus 1 into x plus 2 dx equal to -2 പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ ഓഫ് 1 by x plus 1 dx plus 4 പുറത്തേക്ക് എടുത്താൽ ഇന്റഗ്രൽ 1 by x plus 2 dx equal to ആൻസർ പറഞ്ഞ ഫാരിസ് -2 log x plus 1 mod x plus 1 -2 log mod x plus 1 okay plus 4 log mod x plus 2 plus c. ശരി. ആറാമത്തെ നാളെ ചെയ്യട്ടെ പിള്ളേരെ. 7 തുടങ്ങിക്കോ. 7 ചെയ്തോളുക. x - 1 whole square 7 ചെയ്തോട്ടോ. 6 നാളെ ചെയ്യാം. 7 6-നകത്ത് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നാളെ ചെയ്യാന്ന് പറഞ്ഞേട്ടോ. ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിടത്ത് എത്തൂല അത്. 7 x by x square plus 1 into x minus 1. X square plus 1 into x minus 1.
എന്താ ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ പറഞ്ഞ ബേസിലെ? Sir. A by x plus 1. അതെവിടെ x plus 1 ഞാൻ കാണണില്ലല്ലോ. അത് ക്വാഡ്രാറ്റിക് ആണേ. അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ ഇല്ലാന്ന് പറയാം. x square plus 1 ആണ്. x square plus 1 നെ ഫാക്ടറൈസ് ചെയ്യാമോ ഇല്ലയോ? പറ്റില്ല. x square മൈനസ് ആണെങ്കിൽ പറ്റും കേട്ടോ. x square മൈനസ് ആണെങ്കിൽ പറ്റും. x square plus 1 നെ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പോ bx plus c അത് രണ്ടാമത് കൊടുക്കാട്ടാ. നീ ഇപ്പൊ തൽക്കാലം a പറഞ്ഞോണ്ട് എയുടെ താഴെ അവനെന്നങ്ങ് പറഞ്ഞോ. a by x minus 1. x minus 1 ലീനിയർ ആദ്യം എഴുതി. a by x minus 1 plus bx plus c by x square plus 1. ഓക്കെ. ഓർഡറിന് പ്രാധാന്യമില്ല കേട്ടോ പിള്ളേരെ. ഓർഡറിന് പ്രാധാന്യമില്ല കേട്ടോ. ഓർഡർ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഓർഡറിന് വലിയ പ്രാധാന്യം ഇല്ല. വലിയ പ്രാധാന്യം എന്നല്ല, ഓർഡറിന് പ്രാധാന്യം ഇല്ല. അപ്പൊ ഞാൻ ലീനിയർ ഉണ്ടെങ്കിൽ ലീനിയർ ആദ്യം എടുത്തു, ക്വാഡ്രാറ്റിക് രണ്ടാമത് മാറ്റി. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും അമീന? പറഞ്ഞോ. x equal to ax square ax square plus 1. ശരി. പ്ലസ് bx plus c into x minus 1 into x minus 1. ഇവിടെ നേരത്തെ ചെയ്തോളം എത്രയും എളുപ്പത്തിൽ എല്ലാ സാധനവും കിട്ടൂല കേട്ടോ. നേരത്തെ ചെയ്ത എളുപ്പത്തിൽ എല്ലാ സാധനവും കിട്ടൂല. അവിടെ എല്ലാം ലീനിയർ ഫാക്ടർ ആയിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തെടുത്ത എല്ലാം ലീനിയർ ഫാക്ടർ ആയിരുന്നു. ഇവിടെ ഒരെണ്ണം ക്വാഡ്രാറ്റിക് ഫാക്ടർ ആണ് വരുന്നത്. ശരി, ഒരെണ്ണം പെട്ടെന്ന് കണ്ടുപിടിക്കാം. എക്സിന് എന്ത് കൊടുക്കാം? x equal to എന്താണ്? -1. എക്സിന് -1 കൊടുത്താൽ ഒരെണ്ണം പെട്ടെന്ന് കണ്ടുപിടിക്കാം. എക്സിന് -1 ആണോടാ? -1 അല്ല, 1. 1. എക്സിന് 1 ആണ് കൊടുക്കേണ്ടത്. എക്സിന് 1. നാളെ ചെയ്യാം കേട്ടോ. സമയമായല്ലോ. നാളെ നമുക്ക് ചെയ്യാം. നോക്കിയിട്ട് വരണം കേട്ടോ. പാർഷ്യൽ ഫ്രാക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വരണം. ഓക്കെ. Thank you, sir. Okay.